വെൽക്കം ടു APD മാത്ത്. ഈ വീഡിയോയിൽ ഞാൻ സെക്കൻഡ് ചാപ്റ്ററിലേക്കാണ് കിടക്കുന്നത്. ഗണിത 9th സ്റ്റാൻഡേർഡ് ഗണിതമഞ്ജരി CBSE ന്യൂ ടെക്സ്റ്റ് ബുക്ക് സെക്കൻഡ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ലീനിയർ പോളിനോമിയൽസ്. ഓക്കെ, സോ എന്താണ് ലീനിയർ പോളിനോമിയൽ? അതായത് പോളിനോമിയൽസിനെ പറ്റി അറിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ലീനിയർ പോളിനോമിയൽസിനെ പറ്റി കൂടുതലായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഒരു ബേസിക് തിങ്സ് എന്തൊക്കെയാ പോളിനോമിയൽ, എന്താ ലീനിയർ പോളിനോമിയൽ, വാട്ട് ആർ ദ ടേംസ്, കോയിഫിഷ്യൻസ്, അങ്ങനെ എല്ലാതും ഡിഗ്രി എല്ലാം നമ്മൾ പറഞ്ഞു ഒന്ന് ഈ വീഡിയോയിൽ അതിനെപ്പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോ തൊട്ടിട്ട് ഞാൻ പോളിനോമിയൽസ് നെക്സ്റ്റ് വീഡിയോയിൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് വാട്ട് ഇസ് എ പോളിനോമിയൽ? A polynomial in one variable x is an expression of the form an x raised to the power n plus an minus 1 x raised to the power n minus 1 plus etc plus a2x square plus a1x plus a0 where n is a non-negative integer. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്താ 9th സ്റ്റാൻഡേർഡിൽ ഇങ്ങനത്തെ ഫോർമുലയൊക്കെ എവിടെ നിന്ന് വന്ന് നിങ്ങൾ വിചാരിക്കും അല്ലേ, ഇങ്ങനത്തെ എക്സ്പ്രഷൻസ് ഒക്കെ. ആക്ച്വലി ഇതെല്ലാം നമ്മൾ ഹയർ ക്ലാസ്സിൽ പോകുന്നതോറാണ് നമ്മൾ പോളിനോമിയൽസിനെ കൂടുതൽ പഠിക്കുക. ഓക്കെ, നമുക്ക് ബൈനോമിയൽ തിയറം വരുമ്പോഴേക്കും നമ്മൾ കൂടുതലായിട്ട് പഠിക്കും. നിങ്ങൾക്ക് ശരിക്കും ഇത്ര അറിയേണ്ട ആവശ്യമില്ല, പക്ഷെ പോളിനോമിയൽസിന് ഒരു ഡെഫിനിഷൻ വരുമ്പോൾ ഇതാണ് ശരിക്കും പോളിനോമിയൽസിന്റെ ഡെഫിനിഷൻ. ഓക്കെ, അതിൽ നിങ്ങൾ ലീനിയർ ആകുമ്പോൾ നമുക്ക് ആകെ ഇത് മാത്രമേ എടുക്കുള്ളൂ. ലീനിയർ പോളിനോമിയൽ ആകുമ്പോൾ ലാസ്റ്റ് രണ്ട് മാത്രമേ എടുക്കുള്ളൂ ലീനിയർ. ക്വാഡ്രാറ്റിക് ആകുമ്പോൾ ഇത് മാത്രമേ എടുക്കുള്ളൂ ക്വാഡ്രാറ്റിക്. ഓക്കെ, അങ്ങനെ 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 ഓരോ ക്വാഡ്രാറ്റിക് ആകുമ്പോൾ എപ്പോഴും എന്താണ് ഡിഗ്രി വിൽ ബി 2. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഇത് ഫുൾ എഴുതുന്നത് ഇപ്പോൾ ഇത് ഡിഗ്രി 3 നമ്മൾ എന്ത് ചെയ്യും, എക്സ് റൈസ് പവർ 3 ഉള്ളത് മാത്രമേ എടുക്കുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പക്ഷെ നിങ്ങൾ ഇപ്പൊ ഇത് അറിഞ്ഞിരിക്കുന്നത് വെറുതെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ ഇത് എന്താണെന്നുള്ളത്. ഇതാണ് പോളിനോമിയലിന്റെ ശരിക്കുള്ള എക്സ്പ്രഷൻ ഇതാണ്. ഓക്കെ, ഇതിൽ എന്താണ് വരുന്നത്, നമുക്ക് എപ്പോഴും n ഇസ് എ നോൺ നെഗറ്റീവ് ഇന്റിജർ ആണ്. അതായത് ഈ എക്സ്പോണൻസ് എപ്പോഴും നെഗറ്റീവ് ആവാനേ പാടില്ല, നോൺ നെഗറ്റീവ് ഇന്റിജർ ആയിരിക്കണം. എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം ഈ എക്സ്പോണൻസ് എല്ലതും അല്ലെ. അപ്പം ഒരു നമ്മൾ ലീനിയർ പോളിനോമിയൽ എടുത്താൽ നിങ്ങൾക്ക് അറിയാം ax പ്ലസ് ബി എന്നുള്ള ഫോം ആണ്. ദാറ്റ് ഈസ് ഇതിന്റെ ഡിഗ്രി, അതായത് ഇതിന്റെ എക്സ്പോണന്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്, പോസിറ്റീവ് ആണ്. എപ്പോഴും നോൺ നെഗറ്റീവ് ആണ്, പോസിറ്റീവ് ആണ് എപ്പോഴും. ഓക്കെ, അപ്പൊ n പോസിറ്റീവ് ആണ്, n മൈനസ് എല്ലാം പോസിറ്റീവ് ആണ്. നെഗറ്റീവ് വന്നിട്ടുള്ളത് പോളിനോമിയൽ അല്ല. ഓക്കെ, ആൻഡ് an മൈനസ് 1 a2 എല്ലാം ഇതിന്റെ കോൺസ്റ്റൻസ് ആയിരിക്കും, ഒരു നമ്പേഴ്സ് ആയിരിക്കും, ഇതൊക്കെ കോൺസ്റ്റൻസ് ആയിരിക്കും, റിയൽ നമ്പേഴ്സ് ആയിരിക്കും ഇതൊക്കെ. 1 2 3 5 മൈനസ് 6 മൈനസ് എന്തെങ്കിലും, അത് നെഗറ്റീവ് എല്ലാം ആവാം. -6 6 5 എന്തെങ്കിലും ആവാം, പക്ഷെ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. റിയൽ നമ്പേഴ്സ് ആയിരിക്കും എന്തായാലും. ആൻഡ് an നോട്ട് ഈക്വൽ ടു 0, ഈ an ഒരിക്കലും 0 ആവാനും പാടില്ല. ഓക്കെ, ഇതാണ് പോളിനോമിയലിന്റെ ഡെഫിനിഷൻ. അതിൽ ഇമ്പോർട്ടന്റ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ദ എക്സ്പോണൻസ് ഓഫ് ദ വേരിയബിൾ മസ്റ്റ് ബി നോൺ നെഗറ്റീവ് ഇന്റിജേഴ്സ് ആയിരിക്കണം. അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പം എപ്പോഴും നോൺ നെഗറ്റീവ് ഇന്റിജേഴ്സ് ആവണം. അതായത് പോസിറ്റീവ് മാത്രമേ അവനെ പാടുള്ളൂ, അതിന്റെ എക്സ്പോണൻസ് പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ അവനെ പാടുള്ളൂ. ഓക്കെ, ദ വേരിയബിൾ കനോട്ട് അപ്പിയർ ഇൻ ദ ഡിനോമിനേറ്റർ. വേരിയബിൾ ഒരിക്കലും ഡിനോമിനേറ്റർ ആയിട്ട് അപ്പിയർ ആവാനേ പാടില്ല. ഈ എക്സ് ഇതെല്ലാം വേരിയബിൾസ് ആണ്. എക്സ് റേസ്ഡ് പവർ n മൈനസ് 1 ഇതെല്ലാം എന്താണ്, ഇതിനെ അപ്പിയർ ഇൻ ദ ഡിനോമിനേറ്റർ. ഈ ഡിനോമിനേറ്ററിൽ വരാനേ പാടില്ല. അപ്പം an 3 1/x ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇത് പോളിനോമിയലിൽ പെടുത്താനേ പാടില്ല ഇത്. ബിക്കോസ് ഡിനോമിനേറ്ററിൽ വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് എക്സ്പോണന്റ് ആയി. അപ്പൊ 3 × 1/x എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദിസ് ഇസ് 3x⁻⁻1 ആയിപ്പോയി. അപ്പൊ ഇത് നെഗറ്റീവ് ആയിപ്പോയി. ഓക്കെ, അപ്പൊ ഒരിക്കലും വേരിയബിൾ ഡിനോമിനേറ്ററിൽ വരാനേ പാടില്ല. ഓൾവേസ് വേരിയബിൾ വിൽ ബി ഇൻ ദ ന്യൂമറേറ്ററിൽ ആവാനേ പാടുള്ളൂ. ഡിനോമിനേറ്ററിൽ വേരിയബിൾ വന്നാൽ അത് പോളിനോമിയൽ അല്ല. ദ വേരിയബിൾ കനോട്ട് ഹാവ് ഫ്രാക്ഷൻ ഓർ നെഗറ്റീവ് പവേഴ്സ്. വേരിയബിൾസിന് ഒരിക്കലും, ദാറ്റ് മീൻസ് ഇപ്പം എക്സ് റേസ്ഡ് പവർ 1/2 എന്ന് വരാനേ പാടില്ല, എക്സ് റേസ്ഡ് പവർ 3/2 എന്ന് വരാനേ പാടില്ല, ഫ്രാക്ഷൻ ആവാനും പാടില്ല, നെഗറ്റീവ് ആവാനും പാടില്ല. ഓക്കെ, ഇത് n മൈനസ് ഇതൊക്കെ വരുന്നത് എപ്പോഴും ഫ്രാക്ഷൻ ആവാനേ പാടില്ല, a/b ഫോമിലേക്ക് വരാനേ പാടില്ല. ഇതെപ്പോഴും പോസിറ്റീവ് ആവണം, ബട്ട് ഫ്രാക്ഷൻ ആവാൻ പാടില്ല. നോൺ നെഗറ്റീവ് എപ്പോഴും എന്തായിരിക്കണം, നെഗറ്റീവ് ആവാനും പാടില്ല, നോൺ നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് കണ്ടീഷൻസ്. ഇനിയിപ്പോൾ നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങൾ എപ്പോഴും പോളിനോമിയൽസ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? 9th സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ, പോളിനോമിയൽ ഇസ് എൻ ആൾജിബ്രിക് എക്സ്പ്രഷൻ മേഡ് അപ്പ് ഓഫ് വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റന്റ് കണക്റ്റഡ് ബൈ പ്ലസ് മൈനസ് ഇൻറ്റു. ഇതൊക്കെ കണക്ട് ചെയ്യുന്നതാണ്, പ്ലസ് മൈനസ് ഇൻറ്റു ഇതൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് നമ്മൾ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 3x plus 5, it is a polynomial, right? x² minus 4x plus 7, polynomial. 2x³ plus 1, polynomial. ഈ നോട്ട് എ പോളിനോമിയൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ഡിനോമിനേറ്ററിൽ വേരിയബിൾ വരാൻ പാടില്ല. 1/x 1/y², ഇതൊന്നും പോളിനോമിയൽ അല്ല. 1/z³ ഇതൊന്നും പോളിനോമിയൽ അല്ല, ബിക്കോസ് ഡിനോമിനേറ്ററിലാണ് ഈ വേരിയബിൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താവും, ഇതിന്റെ എക്സ്പോണൻസ് എല്ലാം എടുത്താൽ നെഗറ്റീവ് ആയി പോകും. 1/x എന്ന് പറഞ്ഞാൽ എക്സ് റേസ്ഡ് പവർ -1 ആണ്, നെഗറ്റീവ് എക്സ്പോണന്റ് ആയി പോയി. ഇറ്റ്സ് നോട്ട് എ പോളിനോമിയൽ. 1/y² എന്ന് പറഞ്ഞാൽ എന്താ, y raised to power -2 ആ, നെഗറ്റീവ് എക്സ്പോണന്റ് ആയി പോയി. സോ ഇറ്റ്സ് നോട്ട് എ പോളിനോമിയൽ. നോട്ട് എ 1/z³ z raised to power -3, അപ്പോൾ ഇറ്റ്സ് നോട്ട് എ പോളിനോമിയൽ. Got it? Now, next one is terms of a polynomial. എന്തൊക്കെയാണ് നമ്മുടെ ടേംസ്? അപ്പോൾ ഒരു പോളിനോമിയൽ, ഇപ്പോൾ സപ്പോസ് 4x³ - 3x + 7 എന്നൊരു പോളിനോമിയൽ ആണെങ്കിൽ അതിന്റെ ടേംസ് എന്ന് പറയുന്നത് 4x³ 4x², 4x² - 3x + 7 എന്നുള്ള ഒരു പോളിനോമിയൽ ആണെങ്കിൽ അതിന്റെ ടേംസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 4x², അനദർ ടേം -3x,
ലാസ്റ്റ് ടേം പ്ലസ് 7. അപ്പോൾ ടേംസ് എത്ര ടേംസ് ഉണ്ട്? ഇതിൽ 3 ടേംസ് ഉണ്ട്. 4x² മൈനസ് 3x ആൻഡ് 7. ദർ ആർ 3 ടേംസ്. ഓക്കെ, ദെൻ എന്താ ഇതിന്റെ കോയിഫിഷ്യൻസ് എന്താണ്? ഇതിന്റെ കോയിഫിഷ്യൻ എന്ന് പറഞ്ഞ ന്യൂ ടേം. അപ്പോൾ കോയിഫിഷ്യന്റ് ഓഫ് x², ഈ x²ന്റെ ഇതിന്റെ കൂടെയുള്ള ഈ കോൺസ്റ്റന്റ് ഉണ്ടല്ലോ 4, ഇതിനാണ് പറയുക കോയിഫിഷ്യന്റ് എന്ന്. സോ കോയിഫിഷ്യന്റ് ഓഫ് x² ഇസ് 4. കോയിഫിഷ്യന്റ് ഓഫ് എക്സ്, ഓക്കെ, ഇവിടെ രണ്ടാമത്തെ ടേമിൽ -3x എന്ന് കാണുന്നില്ലേ? ആ എക്സിന്റെ കൂടെയുള്ള ഈ കോൺസ്റ്റന്റ് ടേം ആണ് കോയിഫിഷ്യന്റ് ഓഫ് എക്സ്. കോയിഫിഷ്യന്റ് ഓഫ് എക്സ് ഇസ് -3. Constant term, okay, without any variable we are given a number, a constant, that is constant term 7. Okay, but terms and coefficient clear. Next one, names of a polynomial. How we can call the polynomial? What are the names? So number of terms. If one term, if a polynomial is having only one term, that is 3x, only one term, so it is monomial. Okay, it is monomial. Then two terms in the sense, if it is a 3x plus y, two terms are there, so it is binomial. Okay, now last one, three terms, number of terms 3. If any polynomial is having 3 terms, then we can say it is trinomial. It is trinomial. Trinomial എന്ന് പറയാൻ പറ്റും. That is 3x² plus 2y plus some z. അപ്പോൾ ഇതെന്താ 3 ടേംസ് ഉണ്ട്, 1 2 3. ഈ 3 ടേംസ് ഉള്ള ഈ പോളിനോമിയലിന് പറയുന്ന പേരാണ് ഇറ്റ് ഇസ് ട്രൈനോമിയൽ. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ, ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ. വാട്ട് ഇസ് ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ? ഇതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഫസ്റ്റ് എക്സസൈസിൽ ഇത് പഠിക്കാനുണ്ട്, ഡിഗ്രി ഒക്കെ എഴുതാനുണ്ട്. ഓക്കെ, ദ ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ ഇസ് കോൾഡ് ദ ഡിഗ്രി. ഹയസ്റ്റ് പവറിന് പറയുന്ന പേരാണ് ഡിഗ്രി എന്ന്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ എന്താണ്? 3x + 5 തന്നിട്ടുണ്ട്. ഇതിന്റെ വേരിയബിൾ എന്താ? എക്സ് ആണ്. ഇതിന്റെ പവർ എത്രയാ? 1. അപ്പോൾ ഇതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്, ഇതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 1. മനസ്സിലായോ? ഈ പവർ ആണ് 1, ഇതിന് ഡിഗ്രി 1. ഇതിൽ x² - 4x + 7 ഇതിന്റെ പവർ എത്രയാ? ഹയസ്റ്റ് ഡിഗ്രി, ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 1 ആണ്. ഹയസ്റ്റ് പവർ എത്രയാ? 2 ആണ്. അപ്പൊ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. റൈറ്റ്, നൗ 2x³ + x - 1, ഇതിന്റെ എന്താണ്? ഇതിന്റെ പവർ എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ഇതാണ് ഹയസ്റ്റ് പവർ 3 ആണ്. ഓക്കെ, ഇതിന്റെ പവർ, എക്സിന്റെ പവർ 1 ആണ്, പക്ഷെ ഇതിന്റെ ഹയസ്റ്റ് പവർ 3 ആണ്. ഇങ്ങനെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്ന പേരാണ് ഡിഗ്രി. അപ്പൊ ഡിഗ്രി ഇസ് 3. ഓക്കെ, ഇപ്പോ സപ്പോസ് 3x⁵ പ്ലസ് ഇത് 5 ആണ്, 4x⁴ പ്ലസ് 3x² പ്ലസ് 2x പ്ലസ് 5. ഇങ്ങനത്തെ ഒരു പോളിനോമിയൽ ആണെങ്കിൽ ഇതിന്റെ ഹയസ്റ്റ് ഡിഗ്രി എത്രയാ? 5. അപ്പൊ ഇതിന്റെ ഹയസ്റ്റ് പവർ 5. സോ ഡിഗ്രി എന്ന് പറയുന്നത്, ഇതിന്റെ ഡിഗ്രി എന്തായിരിക്കും? 5. ഓക്കെ, ഇനിയാണ് നമ്മളെ കോൺസെപ്റ്റിലേക്ക് നമ്മൾ കിടക്കുന്നത്. ഈ ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ ഫുള്ളായി നമുക്ക് ലീനിയർ പോളിനോമിയൽ എന്താണെന്നാണ് പഠിക്കേണ്ടത്. ഓക്കെ, സോ വാട്ട് ഇസ് എ ലീനിയർ പോളിനോമിയൽ? എ ലീനിയർ പോളിനോമിയൽ ഹാസ് ഡിഗ്രി 1. ഡിഗ്രി 1 ഉള്ള എല്ലാ പോളിനോമിയലിനും പറയുന്ന പേരാണ് ലീനിയർ പോളിനോമിയൽ. ഇതിന്റെ ജനറൽ ഫോം എന്താണ്? ax + b. യു ടേക്ക് ദിസ് 2x + 3. 2x + 3 ന്റെ പവർ എത്രയാ? 1. സോ പവർ 1 ആകുമ്പോൾ, ഹൈസ്റ്റ് പവർ 1 ആകുമ്പോൾ ഇറ്റ് ഇസ് ലീനിയർ പോളിനോമിയൽ. x - 4. x - 4ന്റെ പവർ എത്രയാ? 1. കേട്ടോ, അപ്പോൾ ഇറ്റ് ഇസ് ലീനിയർ പോളിനോമിയൽ. -5x + 7. -5x + 7 ഇതിന്റെ ഹൈസ്റ്റ് പവർ എത്രയാ? 1. സോ ഇത് ലീനിയർ പോളിനോമിയൽ. ഓക്കെ, ഇങ്ങനെ ഹൈസ്റ്റ് പവർ 1 ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ലീനിയർ പോളിനോമിയൽ. ലീനിയർ, ഇറ്റ് ഈസ് ലീനിയർ പോളിനോമിയൽ. ഓക്കെ, ഇനി എന്താ സീറോ ഓഫ് എ പോളിനോമിയൽ എന്താന്ന്? എ സീറോ റൂട്ട് ഇസ് എ വാല്യൂ ഓഫ് എക്സ് ദാറ്റ് മേക്സ് ദ പോളിനോമിയൽ ഈക്വൽ ടു 0. എക്സാമ്പിൾ, p of x = x - 5. ഈ സീറോ ഓർ റൂട്ട് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് ഇപ്പോൾ ഒരു p of x = x - 5 തന്നിട്ടുണ്ട് ഇവിടെ, x - 5. ഇതിൽ ഏത് നമ്പർ ആണോ നമ്മൾ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ദ ഹോൾ ഇക്വേഷൻ 0 ആവുന്നത്, ആ വാല്യൂവിനാണ് പറയുന്നത് നമ്മൾ സീറോ ഓഫ് ദ പോളിനോമിയൽ ഓർ റൂട്ട്. റൂട്ട് ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത് നമ്പർ വിച്ച് മേക്സ് 0. ഓക്കെ, വിച്ച് മേക്സ് എ പോളിനോമിയൽ ഈക്വൽ ടു 0. നോക്കിയത് x - 5 എന്നാണ്. x - 5 നമ്മൾ എക്സിന് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഇത് 0 ആവുന്നത്, അല്ലെ? അപ്പോൾ ഇവിടെ സീറോ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത് 5 ആണ്. 0 ഈസ് 5. ഓക്കെ, 0 ഈസ് 5. അപ്പോൾ എനി ഇക്വേഷൻ, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ വേറൊരു ഇക്വേഷൻ ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. വേറൊരു ഇക്വേഷൻ നമുക്ക് നോക്കാം. ഫോർമുല ഫൈൻഡിങ് ദ റൂട്ട് ഫോർ എ ലീനിയർ പോളിനോമിയൽ ax + b. ഇപ്പൊ സെറ്റ് എപ്പോഴും ലീനിയർ പോളിനോമിയലിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ax + ബേസിക് ഫോം എന്ന് പറയുന്നത് ax + b ആണ്. ഓക്കെ, ax + b ആണ്. അത് എന്തുകൊണ്ടാണ്? നിങ്ങൾ പോളിനോമിയൽ, ഞാൻ ആദ്യം ഒരു പോളിനോമിയലിന്റെ ഒരു എക്സ്പ്രഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അതില് കണ്ടോ, a1x + a0 എന്ന് പറയുന്നത് കണ്ടോ, a0 ഇത് കോൺസ്റ്റന്റ് ആണ്, ഇത് x ആണ്, എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് a1, അല്ലെ? അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതാണ് ശരിക്കും ലീനിയർ. ഇത് ലീനിയർ ആണ്. ഇപ്പൊ നമ്മൾ a2x² കൂടി കൂട്ടിയെടുക്കണം, അത് ക്വാഡ്രാറ്റിക് ആവും. അപ്പൊ നമുക്ക് ഇത് മാത്രമേ പഠിക്കാനുള്ളൂ. a1x ax + bന്റെ ലീനിയർ ആവുമ്പോൾ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യാം, എങ്ങനെ ഇക്വേഷൻസ് വരാം, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഫോർമുല ഫോർ ഫൈൻഡിങ് ദ റൂട്ട് ഫോർ എ ലീനിയർ പോളിനോമിയൽ ax + b. അപ്പോൾ ax + bന്റെ എങ്ങനെ നമ്മൾ റൂട്ട് കണ്ടുപിടിക്കുക, എങ്ങനെ നമ്മൾ 0 കണ്ടുപിടിക്കുക? അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? ax + b = 0 ഇടുക. ഓക്കെ, ഈക്വൽ ടു 0. സോ ax + b = 0 എന്ന് പറയുമ്പോൾ ax = 0 - b ആവുമല്ലോ, ദാറ്റ് ഇസ് -b, അല്ലേ?
അപ്പോൾ എ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി ആയി. ഫോർ എ ഇസ് ഈക്വൽ ടു എ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ. കണ്ടോ, ഇങ്ങനെയാണ് മൈനസ് ബി ബൈ എ. ഇങ്ങനെയാണ് നമ്മൾക്ക് എല്ലാ ലീനിയർ പോളിനോമിയലിന്റെ സീറോ കണ്ടുപിടിക്കുക. ഈ ഒരു മെത്തേഡിലാണ് നമ്മളെല്ലാം കണ്ടുപിടിക്കുക. റൈറ്റ്, ദാറ്റ് ഇസ് ഇപ്പൊ 3x പ്ലസ് 0, ഞാൻ ആ ക്വസ്റ്റ്യൻ തന്നെ എടുക്കുകയാണ്. ഇവിടെ ഞാൻ കൊടുത്ത ക്വസ്റ്റ്യൻ തന്നെ 3x പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0 അല്ലേ. അപ്പം ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, 3x ഇതൊക്കെ നമ്മൾ 8th പഠിച്ചിട്ടുണ്ട്, ഇതെങ്ങനെ ട്രാൻസ്പോസ് എടുക്കുകയെന്ന്. 6 നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 0 മൈനസ് 6 ഇസ് ഈക്വൽ ടു മൈനസ് 6 ആയി അല്ലേ. പ്ലസ് 6ന്റെ ട്രാൻസ്പോസ് എന്താവും, ഇത് മൈനസ് ആവും. അപ്പോൾ 0 മൈനസ് 6 മൈനസ് 6 ആയി. സോ 3x ഇസ് ഈക്വൽ ടു മൈനസ് 6 വന്നു. ഫോർ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 6/3. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് മാത്രം ഉപയോഗിച്ചാൽ മതി. ഇങ്ങനെ ലീനിയർ പോളിനോമിയൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സീറോ കണ്ടുപിടിക്കാറുണ്ട് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ എന്നുള്ള ഫോർമുല മാത്രം ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഇതില് 3x പ്ലസ് 6 ഇതിലെന്താണ്, ബി എന്ന് പറയുന്നത്, എ എന്ന് പറയുന്നത് 3 ആണ്. എ ഇസ് ഈക്വൽ ടു 3 ആണ്, ബി ഇസ് ഈക്വൽ ടു എന്താണ് 6 ആണ് അല്ലേ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 6/3. ഈ ഫോർമുല നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി ഡിഗ്രി ആൻഡ് നമ്പർ ഓഫ് സീറോസ്. ഡിഗ്രി മാക്സിമം, ഡിഗ്രി 1 ആകുമ്പോൾ എത്ര സീറോസ് ഉണ്ടാവും? ഡിഗ്രി 1 എന്ന് പറയുന്ന ലീനിയർ പോളിനോമിയലാ, എ എക്സ് പ്ലസ് ബി. അപ്പോൾ ലീനിയർ പോളിനോമിയൽ നമ്മൾ ഇവിടെ തന്നെ കണ്ട് 3x പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0 അല്ലേ. ഇതിന് എത്ര സീറോസ് നമ്മൾ കണ്ടുപിടിച്ച്, ദാറ്റ് ഈസ് ഒരു സീറോ ആണ് നമുക്കുള്ളത്. അപ്പൊ ഡിഗ്രി 1 ആകുമ്പോൾ 1 0. സൊല്യൂഷൻ എന്ന് പറയുന്നത് അതിന്റെ സീറോ എന്ന് പറയുന്നത് അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓൺലി 1 വിൽ ബി ദ. എക്സിന്റെ വാല്യൂ ഒന്നേ ഉണ്ടാവുള്ളൂ. ഡിഗ്രി ആൻഡ് നമ്പർ 0, എക്സിന്റെ വാല്യൂ 1 മാത്രമേ ഉണ്ടാവുള്ളൂ ലീനിയറിൽ. മനസ്സിലായോ? ഇഫ് ദ ഡിഗ്രി ഈസ് 1 ഓൺ മാക്സിമം സീറോ ഇസ് 1. ഇഫ് ഡിഗ്രി ഈസ് 2 ആണെങ്കിൽ, 2 എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഫോർമാറ്റ് ആണെങ്കിൽ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നുള്ളൊരു ഫോർമാറ്റ്, ദാറ്റ് ഈസ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണെങ്കിൽ ഇതൊരു ക്വാഡ്രാറ്റിക്. അപ്പൊ ഡിഗ്രി 2 ആവുമ്പോൾ ഇതിൽ എത്ര സീറോസ് ഉണ്ടാവും? മാക്സിമം സീറോസ് 2 ഉണ്ടാവും. നമ്മൾ ഡിഗ്രിക്ക് അനുസരിച്ചാണ് മാക്സിമം നമ്പർ ഓഫ് സീറോസ് ഉണ്ടാവുക. ഡിഗ്രി 5 ആണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് സീറോസ് 5. ഡിഗ്രി 7 ആണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് സീറോസ് 7. അപ്പൊ ഡിഗ്രി 3 ആകുമ്പോൾ മാക്സിമം നമ്പർ ഓഫ് സീറോസ് 3. ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് എക്സാമ്പിൾസിനെ നമുക്ക് ഇവിടെ നോക്കാം. അപ്പോൾ എക്സ് പ്ലസ് 8ന്റെ സീറോ എന്ന് പറയുന്നത് -8 അല്ലേ. എക്സ് പ്ലസ് 8 ഇസ് ഈക്വൽ ടു 0, എക്സ് പ്ലസ് 8 ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ -8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ ഇക്വേഷൻ 0 ആവുന്നത്. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു -8. എക്സ് ഇസ് ഈക്വൽ ടു -8. 5x മൈനസ് 10, 5x മൈനസ് 10 എന്ന് പറയുമ്പോൾ ഇതിന്റെ എക്സിന്റെ വാല്യൂ എന്താണ്? 5x മൈനസ് 10, ദാറ്റ് ഈസ് 5x മൈനസ് 10 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മൈനസ് ബി ബൈ എ അല്ലേ. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ വരിക. അപ്പൊ ഇതാണ് 5xയില് ബി എന്താണ്, ഇതില് എ എന്താ, -10 ആണ്. ബി എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി അല്ലേ. ബി എന്ന് പറയുന്നത് -10 ആണ്, എ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ മൈനസ് ഓഫ് -10/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 10/5 ഈസ് 2. അപ്പോൾ ഇവിടെ ഇക്വേഷൻ്റെ സീറോ എന്ന് പറയുന്നത് 2 ആയിരിക്കും. നമ്മൾ ഈ മൈനസ് ബി ബൈ എയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, 0 ആയി. ഓക്കെ, മൈനസ് ബി ബൈ എയിൽ അപ്പോൾ സീറോ ഓഫ് ദ റൂട്ട്സ് കിട്ടി, സീറോ ഓഫ് ദ ഇക്വേഷൻ കിട്ടി, ഓർ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ കിട്ടി. ഓക്കെ, മൈനസ് ബി ബൈ എ. ലീനിയറിൽ എപ്പോഴും എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആണ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ. ഇനി എന്തൊക്കെയാണ് 1 മാർക്ക് റിവിഷൻ, വെരി ഇമ്പോർട്ടന്റ്. ലീനിയർ പോളിനോമിയൽ ആകുമ്പോൾ ഡിഗ്രി 1 എപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കേണ്ടതാണ്. ലീനിയർ പോളിനോമിയൽ മീൻസ് ഇറ്റ് ഇസ് ഡിഗ്രി 1. ഇനി ജനറൽ ഫോം ഓഫ് ദ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി ആണ്. കോഎഫിഷ്യന്റ് എപ്പോഴും എന്താ, ന്യൂമറിക്കൽ ഫാക്ടർ ഓഫ് വേരിയബിൾ ആണ്. ഓക്കെ, കോൺസ്റ്റന്റ് ടേം എന്ന് പറയുന്ന ടേം വിത്തൗട്ട് വേരിയബിളിനാണ് കോൺസ്റ്റന്റ് ടേം എന്ന് പറയാം. ഈ 8 ഒരു കോൺസ്റ്റന്റ് ടേം ആണ്. ഡിഗ്രി എന്ന് പറയുന്നത് ഹയസ്റ്റ് പവർ ഓഫ് വേരിയബിളിനാണ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി റൂട്ട് എന്ന് പറയുന്ന വാല്യൂ മേക്കിംഗ് പോളിനോമിയൽ 0. ഏത് വാല്യൂ ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആ പോളിനോമിയൽ ഫുള്ള് 0 ആവുന്നത്. എക്സ് പ്ലസ് 8 ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എക്സിന് -8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഇക്വേഷൻ വിൽ ബിക്കം 0. അപ്പൊ ഈ -8നെയാണ് നമ്മൾ പറയുന്നത് റൂട്ട്സ്. ഓക്കെ, വാല്യൂ മേക്കിംഗ് പോളിനോമിയൽ 0. ഇനി റൂട്ട് ഫോർമുല എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ. ലീനിയർ പോളിനോമിയൽ ഹാസ് ഓൺലി 1 0. ഒരു സീറോയെ ഉണ്ടാവുള്ളൂ ലീനിയർ പോളിനോമിയൽ. ഓക്കെ.